നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം US ടാക്സ് ഫോം റീസബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവും. കാരണം US ടാക്സ് ഫോം കറക്റ്റായിട്ടല്ല റീസബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടാക്സ് ബെനിഫിറ്റ്സ് ഒന്നും തന്നെ കിട്ടത്തില്ല. അപ്പോൾ US ടാക്സ് ഫോം നമ്മൾ റീസബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ഏണിങ്സിന്റെ 24% ടാക്സ് ആയിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, അതായത് ഈ വർഷം ലാസ്റ്റിലേക്ക് December 10 മുമ്പായിട്ട് നമ്മൾ ഇത് റീസബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇത് റീസബ്മിറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോയി നോക്കാം എങ്ങനെയാണ് ടാക്സ് ഫോം റീസബ്മിറ്റ് ചെയ്യുന്നതെന്ന്. പിന്നെ അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലൈക്ക് കുറവായിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകൾ തുടർന്ന് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ YT സ്റ്റുഡിയോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ കാണുന്ന രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും. സബ്മിറ്റ് ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞ് ഇതേപോലെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് നമ്മുടെ YT സ്റ്റുഡിയോയുടെ ഏറ്റവും ടോപ്പിലായിട്ട് കാണിക്കുന്നുണ്ട്. അത് കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ നിന്നോ ഓപ്പൺ ആക്കിയാലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കമ്പ്യൂട്ടർ സ്ക്രീനിലാണ് ചെയ്ത് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് കാണാനും മനസ്സിലാക്കാനും വേണ്ടിയാണ്. നിങ്ങൾ മൊബൈൽ ഫോണിൽ നിന്നാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്തതിന് ശേഷം സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾ ഈ ക്രിയേറ്റർ സ്റ്റുഡിയോയ്ക്കകത്തിൽ ഈ കാണുന്ന ബാനറിൽ റീസബ്മിറ്റ് ടാക്സ് ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കി, ഇവിടെ സൈൻ ഇൻ യുവർ ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഗൂഗിൾ ആഡ്സൻസിലേക്ക് ഓപ്പൺ ആവും. നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യുക. ഓൾറെഡി സൈൻ ഇൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ഗൂഗിൾ ആഡ്സൻസിന്റെ അക്കൗണ്ടിലേക്ക് ഓപ്പൺ ആകാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആഡ്സൻസ് ഫോർ യൂട്യൂബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ തന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ പേയ്മെന്റ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഏറ്റവും താഴെയായിട്ട് മാനേജ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് സിംഗപ്പൂർ ടാക്സ് ഇൻഫോ, അതേപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ടാക്സ് ഇൻഫോ, അങ്ങനെ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിനടുത്തായിട്ടൊരു പെൻസിൽ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ US ടാക്സ് ഇൻഫോ എന്നുള്ളതിന്റെ സൈഡിലുള്ള ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ വീണ്ടും ഇത് കുറച്ച് താഴേക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മളിവിടെ മാനേജ് ടാക്സ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ ഓൾറെഡി ഞാൻ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്തത്, അത് അപ്രൂവ്ഡ് ആണ്. സബ്മിറ്റ് ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത് ഇവിടെ ആഡ് ടാക്സ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തത് ഇവിടെ ഷോ ടാക്സ് ഡീറ്റെയിൽസ് ആൻഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ആഡ് ടാക്സ് ഇൻഫോയുടെ താഴെയായിട്ട് സബ്മിറ്റ് ന്യൂ ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിംഗ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഇവിടെ നോക്കി, എക്സ്പയറി ഡേറ്റ് December 31, 2024 വരെയാണ് ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത ആ ടാക്സ് ഇൻഫർമേഷന്റെ എക്സ്പയറി ഉള്ളത്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ കാണാനായിട്ട് സാധിക്കും സബ്മിറ്റ് ചെയ്ത ഡേറ്റും അതേപോലെ എക്സ്പയറി ഡേറ്റും ഒക്കെ. അപ്പം കൂടുതൽ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് നേരെ സബ്മിറ്റ് ന്യൂ ഫോമിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ട് ന്യൂ ഫോമിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു സ്റ്റാർട്ട് ന്യൂ ഫോം വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതേപോലെ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ വിൻഡോയിൽ ഇമെയിൽ ID കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഇമെയിൽ ID അതേപോലെ പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്യുകയാണ്. സൈൻ ഇൻ ആയപ്പോൾ അടുത്ത പേജ് ഓപ്പൺ ആയി. ഇവിടെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഇൻഡിവിജ്വൽ ആണ്. നമ്മളുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആയിരിക്കുമല്ലോ. അപ്പം ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ഓരോരോ ഓപ്ഷൻസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ആർ യു എ സിറ്റിസൺ ഓർ റെസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ US സിറ്റിസൺ അല്ലാത്തതുകൊണ്ട് നോ കൊടുത്തു. അതിനുശേഷം താഴേക്ക് വരുന്നുണ്ട്, ബേസ്ഡ് ഓൺ യുവർ പ്രീവിയസ്ലി സെലക്റ്റഡ് ആൻസർ W8 ഫോം ഈസ് നീഡഡ്. അതായത് W8 ഫോം, അതായത് ഈ ഫോമാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മളിവിടെ US സിറ്റിസൺ അല്ല എന്ന് കൊടുത്തത് കൊണ്ട് നമുക്ക് W8 ഫോം ഇവിടെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ W8BE എന്ന് പറയുന്ന ഈ ഒരു ഫോം സെലക്ട് ചെയ്തു. അതിനുശേഷം സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയി. ഇവിടെ നമ്മളുടെ പേര് ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ ആഡ്സൻസിൽ ഒരു പേര് കൊടുത്തിട്ടുണ്ടല്ലോ. അതിവിടെ പിക്ക് ചെയ്യും. അതിന് താഴെയായിട്ട് DBA എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മളൊന്നും ചെയ്യേണ്ട, ഇത് ഓപ്ഷനിലാണ്. അതിനുശേഷം കൺട്രി ആൻഡ് റീജിയൻ സെലക്ട് ചെയ്യണം. നമ്മൾ ഇന്ത്യയാണ് സെലക്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്തു. ഇനി താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫോറിൻ ടിൻ നമ്പർ ചോദിക്കുന്നുണ്ട്. അതായത് ടാക്സ് പെയർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഈ ടിൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ നമ്മളുടെ പാൻ നമ്പറാണ് ഈ ടിൻ നമ്പറായിട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ പാൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ പാൻ കാർഡ് നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരുടെ പേരിലാണോ ആഡ്സൻസ് അക്കൗണ്ട് അവരുടെ പാൻ നമ്പറാണ് കൊടുക്കേണ്ടത്. അല്ലാതെ യൂട്യൂബ് ഇപ്പം വേറൊരാളുടെ പേരിലാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആരുടെ പേരിലാണോ അവരുടെ പാൻ നമ്പർ അല്ല, ആഡ്സൻസ് ആരുടെ പേരിലാണോ അവരുടെ പാൻ കാർഡിന്റെ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്.
ഇനിയും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാനുള്ളത് നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അഡ്രസ്സ് കൊടുക്കാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ അഡ്രസ്സ് എൻ്റർ ചെയ്തു. അതിനുശേഷം മെയിലിംഗ് അഡ്രസ് ഈ സെയിം ആസ് പെർമനന്റ് അഡ്രസ്, അതായത് മെയിലിംഗ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യണം. ഞാനിവിടെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചോദിച്ചിരിക്കുന്നത് ആർ യു ക്ലെയിമിംഗ് എ റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് അണ്ടർ എ ടാക്സ് ട്രീറ്റി എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ യെസ് കൊടുക്കുന്നു. അതിനുശേഷം ഇന്ത്യ കൊടുക്കണം. ഓക്കെ, ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ബോക്സ് ചെക്ക് ചെയ്യുക. വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് വരും. അടുത്ത സ്റ്റെപ്പിൽ ഈ ആദ്യത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ആർട്ടിക്കിൾ 12 ആൻഡ് പാരഗ്രാഫ് 2A എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് 15% സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബോക്സ് ചെക്ക് ചെയ്യുക. ഇനി ഈ മൂന്നാമത്തെ ബോക്സ് ചെക്ക് ചെയ്യുക. അതിനുശേഷം ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആർട്ടിക്കിൾ 7 ആൻഡ് പാരഗ്രാഫ് 1 ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 0 സെലക്ട് ചെയ്യുക. 0 ടാക്സ് ട്രീറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ബോക്സും ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം താഴെ മോഷൻ പിക്ചർ ആൻഡ് TV റോയൽറ്റി എന്നുള്ളിടത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ആർട്ടിക്കിൾ പാരഗ്രാഫ് 12 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വിത്ത് ഹോൾഡിംഗ് റേറ്റ് നമ്മൾ 15% സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ബോക്സിലൂടെ നമ്മൾ ടിക്ക് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം വീണ്ടും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത സെക്ഷൻ ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് പെർഫോംഡ് ഇൻ US. ഷിജോ പി എബ്രഹാം പെർഫോംഡ് എനി ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് ഫോർ ഗൂഗിൾ വിത്തിൻ US. അപ്പം നമ്മളിത് നോ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ 5ാമത്തെ സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്, ടാക്സ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സെക്ഷൻ. ഇവിടെ ഗോ പേപ്പർലെസ് എന്നുള്ളത് റെക്കമെൻഡഡ് ആണ്. അപ്പോൾ നമ്മളത് ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും. അതിനുശേഷം ഈ ഒരു ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല, ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ബോക്സ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. 6ാമത്തെ ഡോക്യുമെന്റ് പ്രിവ്യൂ, അതായത് നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്ത എല്ലാ ഡോക്യുമെന്റുകളും ഇവിടെ പ്രിവ്യൂ കാണിക്കും. അതിനുശേഷം കൺഫേമിൽ ക്ലിക്ക് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പം കൊടുത്ത ടാക്സ് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആണോ എന്നുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ ഒന്ന് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സ് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ അടുത്ത സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. 7ാമത്തെ സെക്ഷൻ സർട്ടിഫൈ ആൻഡ് സൈൻ എന്നുള്ളതിൽ 2 ചെക്ക് ബോക്സുകൾ നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കണം. ഇത് രണ്ടും ചെക്ക് ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഏത് ഇയർ ആണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്, 2024. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഡേറ്റ് ഓഫ് ഈച്ച് ചേഞ്ചസ് ടു ടാക്സ് ഫോം ഓപ്ഷനിലാണ്. പക്ഷെങ്കിൽ നമുക്ക് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇന്ന് 23 23/9/2024. അപ്പോൾ ഇന്നാണ് ഞാൻ ഈ ഒരു ഫോം ഫില്ല് ചെയ്തത്. അതും എൻ്റർ ചെയ്ത് കൊടുത്തു. അടുത്തായിട്ട് ഈ ഫസ്റ്റ് ബോക്സ് ചെക്ക് ചെയ്യണം. യെസ്, ഐ ആം ദ ബെനിഫിഷ്യൽ ഓണർ ആൻഡ് നെയ്മഡ് ഇൻ ദ ടാക്സ് ഐഡന്റിറ്റി സെക്ഷൻ. യെസ്, അത് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഫുൾ ലീഗൽ നെയിം വന്നിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിക്കുക. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ ലീഗൽ നെയിം വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു നെയിം ആയിരിക്കും ഇവിടെ പിക്ക് ചെയ്ത് വരിക. ഇനി നമുക്ക് ജസ്റ്റ് സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ യുവർ ടാക്സ് ഇൻഫോ ഹാസ് ബീൻ അക്സെപ്റ്റഡ് എന്ന് എഴുതി വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആണ്. എക്സ്പയറി ഡേറ്റ് December 31, 2027 ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ തുടങ്ങിയപ്പം 2024 ഡിസംബർ ആയിരുന്നു. ഇത്രയും കാര്യമേ ഉള്ളൂ. പക്ഷേ ഇത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 24% പകരം ചിലപ്പോൾ 30% ടാക്സ് ആയിട്ട് നിങ്ങളെ കട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഒരു പ്രാവശ്യം കാണുക. അതിനുശേഷം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാവൂ. അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാ യൂട്യൂബേഴ്സിനും മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലാണ്. ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ആഡ്സെൻസിൽ നിന്നുള്ള പേയ്മെന്റ് കിട്ടത്തുള്ളൂ. ഈ 24% ടാക്സ് കട്ട് ചെയ്യുക മാത്രമല്ല, പേയ്മെന്റ് മൊത്തത്തിൽ ഹോൾഡ് ആവും. പേയ്മെന്റ് വരത്തില്ല. പിന്നെ ഇത് എപ്പം കംപ്ലീറ്റ് ആവുന്നോ അപ്പോഴേ പിന്നെ പേയ്മെന്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു കാര്യം എല്ലാവരും ചെയ്തേക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാത്തവർ ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.